എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം വരുന്നത്? സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുമ്പോൾ മതം പരിഷ്കരിക്കപ്പെടും. അതുകൊണ്ട് മതവിമർശനം ആവശ്യമില്ല എന്ന കൺക്ലൂഷനിൽ എത്തുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം കാണാനിടവും. പ്രതീഷ് വാമദേവൻ എന്ന് പറഞ്ഞ ഒരാൾ ഫ്രീ തിങ്കേഴ്സ് ഫെസ്റ്റിവൽ 2025 ഡോക്കിൻസിന്റെ ബാധ എന്ന് പറഞ്ഞൊരു പ്രഭാഷണമാണ്. അത് ശരിയാണോ എന്നാണ് നമ്മൾ ഇന്നൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും ബയാസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പലതും ചെറിയ പിക്കിങ്ങുമാണ്. സോ നമുക്കതൊന്ന് നോക്കാം. സമൂഹത്തിലെ മാറ്റത്തിന്റെ പ്രത്യേകത. സമൂഹത്തിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ എല്ലാവരും മാറി എന്നർത്ഥമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാറ്റം പല തട്ടുകളിലായാണ് നടക്കുക. പ്രോഗ്രസീവായ ഒരു സമൂഹം മാറി എന്ന് പറഞ്ഞാലും കൺസർവേറ്റീവായ ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടാകാം. നേരെ തിരിച്ചു. ഉദാഹരണത്തിന് ഇന്ത്യ 1947 ഒരു സെക്യുലർ ജനാധിപത്യ രാജ്യമായെങ്കിലും ഗോവധ നിരോധന നിയമമാക്കണമെന്ന് വാദിക്കുന്നവരും ജാതി നോക്കി അയിത്തം ആചരിക്കുന്നവരും ആധുനിക ശാസ്ത്രം എന്നാൽ കൊളോണിയലിസത്തിന്റെ സൃഷ്ടിയാണെന്നും കരുതുന്നവരും കൂടെ ചേർന്നതാണ് ഇന്ത്യൻ സമൂഹം. 2. മാറ്റം ലീനിയറായ ഒന്നാകണമെന്ന് നിർബന്ധമില്ല. പണ്ടുണ്ടായിരുന്ന പ്രോഗ്രസീവായ കാര്യങ്ങൾ മാറി റിഗ്രസീവായ ആശയങ്ങൾ സമൂഹത്തിൽ വരാം. ഉദാഹരണത്തിന് മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആഗോള അയ്യപ്പ സംഗമത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭക്തന്റെ ഗുണങ്ങൾ വിശദീകരിക്കുന്നു. ഇതിനു മുൻപ് ഇസ്ലാം ഭരണകൂടങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഇന്റർനെറ്റ് നിരോധനം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കും. മാറ്റം ഇങ്ങനെ സമൂഹത്തെ പിറകോട്ടും മുൻപോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതാകാം. പാകിസ്ഥാൻ ഒരു കാലത്ത് സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നു. പിന്നീട് ഇസ്ലാമൈസേഷൻ കാരണം പിറകോട്ട് പോയി. ഇറാനിൽ മുമ്പ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള കാലം ഉണ്ടായിരുന്നു. ഇന്ന് മുടി കണ്ടാൽ പോലും കൊല്ലുമെന്ന അവസ്ഥ വന്നു എന്നതൊക്കെ ലീനിയറായി സാമൂഹിക പരിഷ്കരണം നടക്കുമെന്നതിന് ഉറപ്പില്ല എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആകാം? മാറ്റം സംഭവിക്കുന്നത് പലതരത്തിലാണ്. ചിലപ്പോൾ പതിയെയുള്ള പരിണാമത്തിലൂടെ, മറ്റു ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇവന്റിലൂടെ, ചിലപ്പോൾ ചില പ്രതിഭാസങ്ങളുടെ സൈഡ് എഫക്റ്റായി, അങ്ങനെ പല രീതിയിൽ മാറ്റം സംഭവിക്കും. മുസ്ലിങ്ങൾ സിനിമ കാണാൻ തുടങ്ങിയതും ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതുമൊക്കെ പതിയെ പതിയെ മാറ്റം വന്നതിന് ഒരു ഉദാഹരണമാണ്. എന്നാണ് അവർ മാറിയത്, എന്തുകൊണ്ട് അവർ മാറി എന്നൊക്കെ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടാണ്. മാറ്റത്തിന്റെ കാരണങ്ങൾ. മാറ്റം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് പലതരത്തിലും വ്യാഖ്യാനങ്ങൾ പല ചിന്തകരും മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും മാർക്സിന്റെ ഭൗതികവാദമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയ ചിന്ത. അതിന്റെ അർത്ഥം അത് ശരിയെന്നല്ല. മാർക്സ് പറഞ്ഞത് സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ മാറുമ്പോഴാണ് ആശയങ്ങൾ മാറുന്നതെന്നാണ്. അതായത് നിലനിൽക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണ് ആ സമൂഹത്തിലെ മതം, ദൈവം, കുടുംബം, ധാർമ്മികത, നിയമം തുടങ്ങിയവ. ഉദാഹരണത്തിന് മാർക്സിസം പ്രകാരം ക്യാപിറ്റലിസം വ്യവസ്ഥയിൽ തൊഴിലാളി നേരിടുന്ന അന്യവൽക്കരണത്തിന്റെയും ചൂഷണത്തിന്റെയും പ്രതിഫലനമാണ് അവന്റെ ദൈവവിശ്വാസം. ഈ സാഹചര്യം മാറി എല്ലാവരും ഒന്നാകുന്ന സോഷ്യലിസം വരുമ്പോൾ തൊഴിലാളിക്ക് ദൈവത്തിന്റെ ആവശ്യം വരില്ല. മാർക്സ് ഈ ഭാവനകളെ ശാസ്ത്രീയം എന്ന് പറഞ്ഞു നടന്നു. മാറ്റം ഒരിക്കലും മാർക്സ് പറഞ്ഞ പോലെ സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറ്റം ഉണ്ടാകണമെന്നുമില്ല. ഒരു സംസ്ഥാനം മുഴുവൻ തന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നാലും കെ കരുണാകരൻ ഗുരുവായൂർ അമ്പലത്തിൽ നിത്യസന്ദർശകനാകും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ചിലർ മൂത്രചികിത്സ നടത്തും. ഒരു വിശ്വാസ തൊഴിലാളി എന്ന നിലയിൽ ചൂഷണം അനുവദിച്ച് നടക്കുന്ന സമയത്തും ഇനി വിപ്ലവം വന്ന് സോഷ്യലിസം വന്നാലും വീട് വെക്കുമ്പോൾ വാസ്തു നോക്കുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്യും. മതാചാരങ്ങളെ സോവിയറ്റ് റഷ്യ പോലെയും ചൈനയെ പോലെയും അടിച്ചമർത്തിയില്ലെങ്കിൽ കേട്ടോ. ഇനി സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ മാറുമ്പോൾ ഒന്നും മാറില്ലേ? മാറും. പല കാര്യങ്ങളും മാറും. പക്ഷേ നിങ്ങളുടെ തലച്ചോറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില ആശയങ്ങൾ അവിടെ തന്നെ ഇരിക്കും. കേരളം എന്ന് പറഞ്ഞ ഏറ്റവും പുരോഗമനവും സമ്പന്നവുമായ ഇന്ത്യൻ സംസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയറോ ചിലപ്പോൾ സീരിയൽ ആട് മേയ്ക്കാൻ പോകാൻ ഈ ആശയങ്ങൾ കാരണമായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുമ്പോൾ പ്രോഗ്രസീവായ ആശയങ്ങൾ പ്രചാരത്തിൽ ഇല്ല എങ്കിൽ മാറ്റം സംഭവിക്കില്ല. ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചനം നേടിയ രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ നെഹ്റുവും അംബേദ്കറും ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ മതേതരത്വം അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നു. അതേസമയം പാകിസ്ഥാൻ മതവഴിയിൽ പോയി. സ്വാതന്ത്ര്യം അടിസ്ഥാനമാക്കിയ സമൂഹങ്ങളും അല്ലാത്ത സമൂഹങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ ലോകം മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ കാണാം. ഒരിക്കൽ തകർന്ന് തരിപ്പണമായിരുന്ന സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതും മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ പിന്നോട്ട് പോകുന്നതും കാണാം. അപ്പോൾ മാറ്റം വരണമെങ്കിൽ മാറ്റത്തിന് പറ്റിയ ആശയ പരിസരത്തിന്റെ പ്രഷർ കൃത്യസമയത്ത് കിട്ടിയിരിക്കണം. അത് സ്വീകരിക്കാൻ വ്യക്തികൾ തയ്യാറും ആവണം. അടുത്തത് മതവിമർശനവും മാറ്റവും. കഴിഞ്ഞ ആഴ്ചയാണ് മുജാഹിദ് ബാലുശ്ശേരി മോഹൻലാലിനെതിരെ വളരെ മോശമായി സംസാരിച്ചത്. ബാലുശ്ശേരിയെ അത് പറയിപ്പിക്കുന്നത് മതമാണ്. കേരളം ഇന്നുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് മാറിയാലും ബാലുശ്ശേരി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു ഉദാഹരണം മാത്രം. ജ്യോതിഷവും ഹോമിയോയും തുടങ്ങി ചേലാകർമ്മവും സ്ത്രീ വിവേചനവും വരെ അങ്ങനെയാണ്. ആലോചിക്കുക, ഈ അന്ധവിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ട സാമ്പത്തിക സാഹചര്യ മാറ്റം ഇവിടെ വന്നു കഴിഞ്ഞു. എന്നിട്ടും അത് ഉപേക്ഷിക്കപ്പെടുന്നില്ല. അതാണ് മതം. മതത്തെ പരിഷ്കരിക്കാൻ മതത്തിലുള്ളത് മോശമാണെന്ന് തുറന്നു പറഞ്ഞേ കഴിയും. കൂടുതൽ ആളുകൾ മോശമാണ് എന്ന് മനസ്സിലാക്കി തനിയെ റിഗ്രസീവായ ആശയങ്ങൾ ഉപേക്ഷിക്കുന്നത് അവർക്കും സമൂഹത്തിനും നല്ലതാണ്. മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല എങ്കിലും കുറച്ചു പേർക്കെങ്കിലും മാറ്റം ഉണ്ടായാൽ അവർക്കത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ചേലാകർമ്മം ഒരു മോശം കാര്യമാണ് എന്ന് ബോധവൽക്കരണം കേട്ട് 1000ൽ 100 പേരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ നല്ലത്. ഇനി മത പാക്കേജ് പൂർണ്ണമായും തന്നെ 1000ൽ 10 പേരെങ്കിലും ഉപേക്ഷിച്ചാൽ അതും നല്ലത്. അടുത്തത് മതത്തെ സുഖിപ്പിച്ച് മതത്തെ മാറ്റാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മതം എന്താണെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മതത്തെ സുഖിപ്പിക്കാൻ നടക്കുന്നത്. മാറാൻ കഴിയാത്ത പുസ്തകങ്ങളാണ് മതത്തിൽ. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ബൈബിളിന്റെ ആദ്യ അധ്യായം 6000 വർഷത്തിന്റെ കണക്ക് പറയുന്നു. നിങ്ങൾക്ക് സുഖിപ്പിച്ച് അത് മാറ്റാനും ആവില്ല. പകരം അതിന്റെ തെറ്റ് നിരന്തരം പറയുകയും മാറാൻ തയ്യാറായ മനുഷ്യനെ സഹായിക്കാനും മാത്രമേ കഴിയൂ. സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് വധവിമർശനം വേണ്ട എന്ന് പറയുന്നയാൾ തന്റെ നരേറ്റീവിന് വേണ്ട ഡേറ്റ ചെറിയ പിക്ക് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ നമ്മൾ കണ്ടത്.
അതൊരു മതപ്പണിയാണ്. ആ മതപ്പണി കാരണമാണ് വിശ്വാസി ഹാൻഡിലുകൾ അതിലെ ഭാഗങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു റീലിന് മതപുരോഹിതൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇത് പറയുന്ന ഒരു നിരീശ്വരവാദിയാണ്, മതപണ്ഡിതനല്ല എന്നാണ്. താഴെ കമന്റിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യടികൾ. അവർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടാൻ കാരണം മതവിമർശനം ആവശ്യമില്ല എന്ന കൺക്ലൂഷനാണ്. താരതമ്യേന സേഫ് സോൺ വിമർശനം നടത്തുന്ന വൈശാഖൻ തമ്പിയുടെ വരെ പടം വെച്ച് ലക്ഷ്യബോധമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞ് മതങ്ങൾ വിമർശിക്കുന്ന പോസ്റ്ററുകൾ. അപ്പോൾ അതാണ് മതം. അങ്ങനെ ഒരു മതം നിരീശ്വരവാദിയെ സ്വീകരിക്കണമെങ്കിൽ അവരെ പൊക്കി അഴിച്ച് കൂടെ നടത്താം. അങ്ങനെ മതത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് പക്ഷേ സമൂഹത്തോടുള്ള ക്രൂരത മാത്രമാണ്. ഒരിക്കൽ ഹമീദ് ചേന്നമുകളിൽ എഴുതിയത് ഇങ്ങനെയാണ്: സ്വതന്ത്ര വീക്ഷണം പുലർത്തുന്നതിന് വ്യക്തികളെ ക്രൂരമായി ശിക്ഷിച്ച സംഭവം നമ്മുടെ കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പ്രശസ്ത നിരൂപകൻ MP പോളിനെയും മുഖ്യമന്ത്രി AK ആന്റണിയുടെ പിതാവ് അറക്കപ്പറമ്പിൽ കുര്യനെയും സഭയുടെ കാഴ്ചപ്പാടുകളെ വിമർശിച്ചതിന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് വരെ ഉണ്ടായ ദുരനുഭവങ്ങൾ മറന്നിട്ടില്ല. ഇവരൊന്നും മതവിമർശകർ പോലും ആയിരുന്നില്ല എന്നതാണ് രസം. അടുത്തത് മതപ്പണിക്ക് വേണ്ടി പ്രസ്തുത പ്രഭാഷണത്തിൽ നടത്തിയ ചില ചെറിയ പിക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 1. സൗദി അറേബ്യ ഓയിൽ എക്കണോമിയിൽ നിന്ന് ടൂറിസം എക്കണോമിയിലേക്ക് മാറിയപ്പോൾ സൗദിയിലെ സ്ത്രീകൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഡ്രൈവിംഗ് ലൈസൻസ് അനുവാദം കിട്ടി. അവിടെ യുക്തിവാദികൾ മതവിമർശനം നടത്തിയിട്ടല്ല മാറ്റം വന്നത് എന്നതാണ് ഒരു വാദം. ഇത് പരിശോധിച്ചാൽ തന്റെ നറേറ്റീവ് ഒപ്പിക്കാൻ മാർക്സ് ശ്രമിച്ചതുപോലുള്ള ചില കളികളാണ് കാണാൻ കഴിയുക. സൗദിയിൽ യുക്തിവാദികൾ വിമർശിക്കാത്തത് വിമർശിക്കുന്നവന്റെ തല പോകുമെന്നതുകൊണ്ടാണ്. ഒരു നാസ്തികൻ ആദ്യം വിളിച്ചു പറയേണ്ട കാര്യം അതാണ്. അതുപോലെ 21-ാം നൂറ്റാണ്ടിൽ ഡ്രൈവിംഗ് അനുവാദം കിട്ടിയ സൗദി സ്ത്രീക്ക് മറ്റു രാജ്യങ്ങളിലുള്ള ജനങ്ങൾ നേടിയ സ്വാതന്ത്ര്യം കിട്ടാൻ ഇനി ഏത് എക്കണോമിയിലേക്ക് പരിവർത്തനം വേണം? എത്ര നാൾ കാത്തിരിക്കണം? സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുമ്പോൾ സൗദി സ്ത്രീക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടിക്കോളും എന്ന് പറയുന്ന നാസ്തികനെ മതം നക്കി തുടയ്ക്കുമെന്ന് ഉറപ്പാണ്. സൗദി ടൂറിസം വന്നപ്പോൾ സ്വാഭാവികമായി മാറിയതാണോ? അവിടുത്തെ രാജാവിന് അല്പമെങ്കിലും പുരോഗമന ചിന്ത ഉള്ളതും പുറത്തു നിന്നും ഗ്ലോബലൈസേഷന്റെ പ്രഷർ ഉള്ളതും എല്ലാം മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. അല്പം കൂടി കൺസർവേറ്റീവായ രാജാവായിരുന്നു ഭരണത്തിലെങ്കിൽ സൗദി വുമൺ 2050-ലും ലൈസൻസ് കിട്ടാതെ നടന്നിരുന്നേനെ. കൂടാതെ അന്ന് അല്പം പുരോഗമനം പറഞ്ഞ രാജാവിന് ചുറ്റും നിന്നും അവിടുത്തെ മതമൗലികവാദിയിൽ നിന്ന് എതിർപ്പുണ്ടായത് മറന്നിട്ടില്ലല്ലോ. അന്ന് പുള്ളി പത്രത്തിൽ എഴുതിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു: ഞാൻ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ അതുവരെ ചെയ്യേണ്ടത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് മാർക്കറ്റ് നൽകുന്ന പ്രഷറാണ്. സൗദി തങ്ങളുടെ വനിതകളെ വർക്ക്ഫോഴ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തില്ല എങ്കിൽ അത് ചെയ്യുന്ന രാജ്യങ്ങൾ അവസരങ്ങൾ കൊണ്ടുപോകും. പ്രഭാഷകൻ ഇങ്ങനത്തെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന മാർക്കറ്റിനെ സ്വീകരിക്കുന്നില്ല എന്നതാണ് കൗതുകം. ക്യാപിറ്റലിസം മാർക്കറ്റൊക്കെ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹത്തിന് മുൻപുള്ള വാദം. പക്ഷേ മതത്തെ സംരക്ഷിക്കാൻ മാർക്കറ്റിനെ സ്വീകരിക്കാനും തയ്യാറാണ് അദ്ദേഹം. 2. സുഡാനിൽ ചേലാകർമ്മം നടത്താത്ത സലീമ എന്ന പ്രതീകം മുന്നോട്ട് വെച്ച് സ്ത്രീ ചേലാകർമ്മം കുറച്ചു. അവിടെ മതവിമർശനം വേണ്ടി വന്നില്ല എന്നതാണ് അടുത്ത വാദം. ഇവിടെയും മതവിമർശനം നടത്തിയാൽ തല പോകുമെന്നും അതുകൊണ്ട് കഷ്ടപ്പെട്ട വളഞ്ഞ വഴി സ്വീകരിക്കുന്നുവെന്നും എന്നതാണ് സത്യം. ഈ ഉദാഹരണം മുൻനിർത്തി ചിലത് ചോദിക്കാനുണ്ട്. കേരളത്തിൽ എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദ ഇടുന്നവരല്ല. മെച്ചപ്പെട്ട പർദ്ദയില്ലാത്ത മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിട്ടും എന്താണ് ഇപ്പോഴും ചിലർ പർദ്ദയിൽ തുടരുന്നത്? പർദ്ദയിൽ നിന്നും വിമോചനം കിട്ടണമെങ്കിൽ പർദ്ദ മോശമാണ്, മതം മോശമാണ് എന്ന് അത് ധരിക്കുന്നവർക്കും തോന്നാം. അതിന്റെ പ്രശ്നങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. 2. വർഷങ്ങളോളം മുസ്ലിം ക്രിസ്ത്യൻ സഹവാസം ഉണ്ടായിട്ടും അവരെ കണ്ടുപിടിച്ച് ജാതിബോധം ഉപേക്ഷിക്കാൻ ഹിന്ദുക്കൾ തയ്യാറായിരുന്നു? ഇല്ല. മതപരിവർത്തനം ഭയന്നാണ് പരിഷ്കരണം തുടങ്ങിയത്. മെച്ചപ്പെട്ട മാതൃക ഉണ്ടാക്കിയാൽ മാത്രം മതി, മതവിമർശനം വേണ്ട എന്നാണ് എങ്കിൽ അങ്ങനെ കേരളത്തിലെ ചേലാകർമ്മം കുറച്ചു കാണിക്കാൻ പ്രഭാഷകനെ ക്ഷണിക്കുന്നു. ദുരാചാരം മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ മുന്നിട്ടിറങ്ങണം. 3. അഫ്ഗാനിൽ അമേരിക്കയാണ് മെച്ചപ്പെട്ട കൾച്ചറിൽ നിന്നും ഇസ്ലാമൈസേഷൻ നടത്തി ഇന്നത്തെ താലിബാനെ കൊണ്ടുവന്നത് എന്നതാണ് കടുത്ത കണ്ടെത്തൽ. അമേരിക്ക മാത്രമല്ല, സൗദിയും പാകിസ്ഥാനും കൊണ്ട് പങ്കാളികളായി. നറേറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ അത് ശരിയാകില്ല എന്ന് കണ്ട് അവരെ ഒഴിവാക്കി. ഇനി അഫ്ഗാനെ ആക്രമിച്ച സോവിയറ്റ് റഷ്യയും ഉണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചത്. എന്തിനാണ് റഷ്യ ആക്രമിച്ചത്? ഇറാനിലെ പോലെ മതാധിപത്യം വന്നാൽ കമ്മ്യൂണിസത്തെ അടിച്ചമർത്തുമോ എന്ന് ഭയന്നിട്ട്. കമ്മ്യൂണിസം പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ അഫ്ഗാൻ മറുചേരിയിലേക്ക് പോകുമോ എന്ന് ഭയന്നിട്ട്. അഫ്ഗാനിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഭരണം നിലനിർത്താൻ. അതൊക്കെ മറന്നേക്കാം. എന്തായാലും പൂർണ്ണമായി കുറ്റം അമേരിക്കയ്ക്ക് തന്നെ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ എന്താണ് സ്ഥിതി? താലിബാൻ ഇന്റർനെറ്റ് വരെ നിരോധിച്ചു. സ്ത്രീകളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അവിടെ ഇസ്ലാം എന്ന ആശയം പിടിമുറുക്കി കഴിഞ്ഞു. എന്ത് സാമൂഹിക സാമ്പത്തിക സാഹചര്യം മാറ്റം വന്നാണ് അവർ രക്ഷപ്പെടാൻ പോകുന്നത്? ഒരിക്കൽ അമേരിക്കയും സോവിയറ്റ് റഷ്യയും അവിടെ ഇടപെടൽ നടത്തിയതാണ് ഇന്ന് താലിബാൻ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ. അല്ലാതെ മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിന് അത് നന്നായി ഇഷ്ടപ്പെടും. മതത്തിന്റെ കൈയ്യടി കിട്ടാൻ മതവിമർശകരെ ഒറ്റിക്കൊടുക്കാൻ ചെറിയ പിക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മതനിന്ദാ കുറ്റം കാരണം തലപോകുന്ന 3 രാജ്യങ്ങൾ എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതേസമയം റിച്ചാർഡ് ഡോക്കിൻസിനെ പോലുള്ള ശാസ്ത്രജ്ഞനെ നാസിയാക്കിയും ചെയ്യുന്ന വൃത്തികെട്ട പരിപാടിയും. പക്ഷേ ഇതിലൊന്നും മതവിമർശനത്തെ തടയാനാവില്ല. മെച്ചപ്പെട്ട സമൂഹം സ്വപ്നം കാണുന്ന മനുഷ്യർ മതങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. മതം അവരെ വേട്ടയാടും. സ്വയം വീർപ്പിക്കുന്നവർ ജാതിപ്പണിയും പാർട്ടിപ്പണിയും മതപ്പണിയും തുടരും. മതം അവരെ നക്കി തുടങ്ങി.